പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാന്ന് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കും? അഖിൽ മാറാറിന്റെയും നമ്മളെ തൊപ്പിയുടെയും പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇവന്മാർ രണ്ടുപേരും തള്ളക്ക് വിളിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊരു പ്രശ്നം തള്ളക്കും തന്തക്കും വിളിക്കുന്നുണ്ട്, അത് ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ പിന്നൊരു കാര്യമുണ്ട്, ഈ അഖിൽമാരാർ തൊപ്പിന് തള്ളക്കും തന്തക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി വൈറലായത് തന്നെ ഈ തന്തക്കും തള്ളക്കും വിളിച്ചത്, അത് വേറെ കാര്യം. പക്ഷെ വന്ന കാര്യം തൊപ്പി മറക്കണം. തൊപ്പി നീ തന്തക്കും തള്ളക്കും ആൾക്കാരെ വിളിച്ചാണ് നീ ഇവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ നീ സോഷ്യൽ മീഡിയൻ്റെ പടി കാണില്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ പറയുമ്പോഴേക്ക് ഈ ബിഗ് ബോസ് നിർത്തുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വന്നിരുന്നു, നന്നായി കേട്ടിട്ടില്ലായിരുന്നു. ഈ ബിഗ് ബോസ് കാരണമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഈ ബിഗ് ബോസിലെ വിന്നർക്ക് തൊപ്പി പണം മേടിച്ചാണ് വോട്ട് മേടിച്ചത് പറയുന്നുണ്ട്. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ആരാ പണം മേടിക്കാത്തത്? അഖിൽമാർ ഒരുപാട് പണം മേടിച്ചിട്ടുണ്ട്. അഖിൽമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷം വരെ EMI അടക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ പണത്തിലും മറ്റുള്ള പണത്തിലാണെന്ന്. പണത്തിനല്ലാതെ വെറുതെ വന്നിരിക്കുന്നതാണ്. പിന്നെ തന്ത കുളിക്കുന്നത് നന്നായി എന്ന് പറയുമ്പോൾ തൊപ്പി ഒരുപാട് ആൾക്കാർ തന്തക്കുത്തലം വിളിച്ച് ഈ നിലയ്ക്ക് എത്തിയത്. എന്നാൽ നന്ദി, നമസ്കാരം.